നമ്മൾ നിയമസഭയിലേക്ക് പോവുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കുന്നു. കേൾക്കാം. സംസ്ഥാന ഗവൺമെന്റ് കൂടി അറിഞ്ഞോ, സംസ്ഥാന ഗവൺമെന്റ് അംഗീകാരം കൊടുത്തോ, അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാമെന്ന് പറഞ്ഞോ എന്നൊക്കെയുള്ളൊരു ശങ്കയുണ്ടായിരുന്നു. അതിൽ രാവിലെ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ട്. സർ, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നാം കാണേണ്ടത് കൺസെഷണൽ അഗ്രിമെന്റ് ക്ലോസ് 5(3) പ്രകാരം അതോറിറ്റിയായ കേരള സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി വിൽക്കാനോ കരാർ വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്ന തരത്തിലെ ഉടമസ്ഥതയിൽ വ്യതിയാനം സൃഷ്ടിക്കാനോ കഴിയുകയുള്ളൂ. 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് ചേഞ്ച് ഇൻ ഓണർഷിപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഇന്ന് വാർത്ത കണ്ടാൽ ഏകദേശം നടപ്പായി എന്നുള്ള മട്ടിലാണ് അങ്ങനെ വരാനിടയായത് എന്നത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ്. സർ, ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ദേശീയ സുരക്ഷയുടെ താല്പര്യാർത്ഥവും നാടിൻ്റെ ജനങ്ങളുടെ പൊതു താല്പര്യാർത്ഥവും പരിശോധിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവ് ക്ലോസ് നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായവും ആരായാവുന്നതാണ്. സർ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പഹൽഗാം അറ്റാക്ക്, ഓപ്പറേഷൻ സിന്ദൂർ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഹൈലി ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിനെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നത്. കേരളത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിക്കുമ്പോൾ ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം, മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇത് കേരളത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്കും പോർട്ടിൻ്റെ ഭാവി വികസനത്തിനും അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. നിലവിൽ വിഴിഞ്ഞം പോർട്ട് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് നടത്തുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസത്തോടുകൂടി റോഡ് മാർഗേന ചരക്ക് നീക്കം ആരംഭിക്കാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ എക്സിം കാർഗോ, ഗേറ്റ് വേ കാർഗോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു എക്സ്പോർട്ടറിന് ഒരു നിശ്ചിത കമ്പനിയുടെ കണ്ടെയ്നറിലും കപ്പലിലും മാത്രമേ അവരുടെ ചരക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഇതോടെ വരാൻ പോകുന്നത്. അതിൻ്റെ പാർശ്വഫലം ആ ഒറ്റയാൻ കമ്പനി നിശ്ചയിക്കുന്ന റേറ്റിൽ കാര്യങ്ങളൊക്കെ എല്ലാ വ്യവസായികളും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാകും എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ നാം കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കോൺകോർ, CWC ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ഏകദേശം 5000 കോടി രൂപയുടെ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുൾപ്പെടെയുള്ള ലോജിസ്റ്റിക്സ്, കണ്ടെയ്നർ ഫ്രൈറ്റ്, ICD അനുബന്ധ വികസന മേഖലയിലെ മറ്റ് പ്രമുഖ സ്ഥാപനങ്ങൾ, ഇവർക്കെല്ലാം ഇനി നമ്മുടെ നാട്ടിൽ വളർച്ചയ്ക്കുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ് ഈ മൊണോപ്പൊളി വിഴിഞ്ഞത്ത് വരുന്നതോടുകൂടി. ഇപ്പോൾ മത്സരക്ഷമത ഏതൊരു വളരുന്ന വിപണിയുടെയും ആണിക്കല്ലാണ്. മാർക്കറ്റ് കോമ്പറ്റീവ്നെസ്സിനെ ഒറ്റയടിക്ക് തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഈ മൊണോപ്പൊളി കേരളത്തിൻ്റെ പോർട്ട് കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. നമ്മുടെ സർക്കാർ ഒപ്പുവെച്ച സപ്ലിമെൻ്ററി കരാറുണ്ട്. അതുവഴി 17 വർഷങ്ങൾക്ക് മുന്നിലേക്കാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശേഷി വർദ്ധിപ്പിക്കൽ നിർമ്മാണം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകും. നമ്മുടെ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി വലിയ തോതിൽ വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ വിവിധ കപ്പൽ കമ്പനികളുടെ കപ്പൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അതിനും ചെറിയ തടസ്സം ഇതുണ്ടാക്കുമെന്നാണ് നോക്കേണ്ടത്. അപ്പം അതിനായി ചർച്ചകളെല്ലാം നടത്തിയതാണ്. അതെല്ലാം ഒരൊറ്റ കമ്പനിയിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുക. കേന്ദ്രവുമായി നമ്മൾ നടത്തിയ ചർച്ചകളിൽ ഇതിൽ വലിയ തോതിലുള്ള എക്സ്പാൻഷൻ പദ്ധതികൾ സർക്കാർ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ സർക്കാരിനും വേറെ തടസ്സമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകോത്തര മാതൃകയിൽ മൾട്ടി ഓപ്പറേറ്റർ പോർട്ടായി നാം വൻതോതിൽ വളരും. ഇതാണ് ചർച്ചകളിൽ കണ്ടിരുന്നത്. പക്ഷേ ഇതാണെങ്കിൽ എതിർദിശയിൽ പോവും. അത് ശങ്കിച്ചുകൊള്ളണം, അത് മനസ്സിലാക്കിക്കൊള്ളണം. മൾട്ടി ഓപ്പറേറ്റർ പോയിട്ട് മൾട്ടി ക്ലൈൻറ്റൈൽ പോലും ഇല്ലാതെയാവും. എന്താണ് നാം കാണേണ്ടത്? വികസന സാധ്യതകൾ ചുരുങ്ങുകയാണ്, മത്സരക്ഷമത തകർക്കപ്പെടുകയാണ്.
മൊണോപ്പൊളി വല്ലാതെ വേരുപിടിപ്പിക്കുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. മാത്രമല്ല, ഒരാശങ്ക കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ. മറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾക്കും ഇത് വഴിവെക്കും. കാരണം അദാനിയുടെ സ്റ്റേറ്റ് പാർട്ണർഷിപ്പുള്ള പോർട്ട് ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം അവരുടെ കയ്യിലുള്ളതെല്ലാം സ്വന്തമാണ്. ഇങ്ങനൊരു കമ്പനിയുമായിട്ടുള്ള ഒരു മൊണോപ്പൊളി സാധ്യമാകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട 2035 മുതലാണെങ്കിലും നമ്മുടെ സർക്കാരിന് വരുമാന വിഹിതം കിട്ടണമല്ലോ. അതിന് കൃത്രിമമായി കുറവ് വരുത്താനും ഇടയാകില്ലേ എന്നതും നാം ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ ഇതെല്ലാം കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ശരി, ഞാൻ ഇന്ന് രാവിലെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഈ കൺസെഷനെയറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5(3) വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് the concessionaire shall not undertake or permit any change in ownership without the prior approval of the authority. Authority is the government of Kerala. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിൻ്റെ അകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്നതാണ്. 75%-ലേറെ പോയാൽ ഇവിടെ അക്വിസിഷൻ ഓഫ് 25% ഓർ മോർ ഓഫ് ദ ഇക്വിറ്റി ഓഫ് ദ കൺസെഷനെയർ വെദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കോൺസ്റ്റിറ്റ്യൂട്ട് എ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്. 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് അത് വന്നിട്ടില്ല. പരിശോധിക്കാൻ വരുമ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള ചില ഉത്കണ്ഠകളുണ്ട്. ആ ഉത്കണ്ഠകൾ കൂടി നമ്മൾ പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റിയാണ്, നാഷണൽ സെക്യൂരിറ്റി. അത് ഈ എഗ്രിമെന്റിൽ തന്നെ പറയുന്നുണ്ട്, നാഷണൽ സെക്യൂരിറ്റി. 2 പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. നാഷണൽ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കൂടി അനുമതി ഈ ഇതിന് വേണ്ടി വരും 2 പ്രാവശ്യം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി മാത്രമല്ല, ഈ അനുമതി കൂടി വേണ്ടി വരും. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങ് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ഭയങ്കരമായി അത് ഭയങ്കര കുഴപ്പമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കോമൺ യൂസർ ഫെസിലിറ്റി അവിടെ ഉണ്ടാകണം. ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള യൂസർ ഫെസിലിറ്റി ആണ് അവിടെ ഉണ്ടാകണം. എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകാതെ ഒരു മോണോപ്പൊളി, ഒരു കുത്തക അവിടെ ഉണ്ടാകാൻ പാടില്ല ഈ കമ്പനിക്ക്. ആ കുത്തക ഉണ്ടാകില്ല എന്ന് ഗവൺമെന്റാണ്, സംസ്ഥാന സർക്കാരാണ് ഉറപ്പുവരുത്തേണ്ടത്. വിവേചനരഹിതമായി എല്ലാ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതായത് ഷിപ്പിംഗ് ലൈൻസ് ഉണ്ട്, വെസൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഷിപ്പേഴ്സ് ഉണ്ട്, കൺസൈനീസ് ഉണ്ട്, ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വിവേചനരഹിതമായി സ്ഥലം ഒരു കോമൺ സ്ഥലമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള കോമൺ ഫെസിലിറ്റി ഉണ്ടാകണം. ഒരു കുത്തകയായി, കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം. കുത്തകയായി ഈ കമ്പനിയുടെ കുത്തകയായി മാറരുത് ഒരു കാരണവശാലും. പിന്നെ ഈ കമ്പനി വെറും ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ മാത്രമല്ല, അവര് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ്. കണ്ടെയ്നർ ടെർമിനൽ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള കമ്പനിയാണ്. അവർ ഏതെല്ലാം രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം. നമ്മൾ ഒരു 5 കാര്യം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1. 2 പൊതു താല്പര്യം. നേരത്തെ ഇപ്പൊ ഞാൻ ഇവിടെ വിശദീകരിച്ചതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം എന്നുള്ള കാര്യം. പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ, നല്ല മത്സരാധിഷ്ഠിതമായി അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ടാവണം. 4മത്തത്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ല, എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. 5മത്തത്, നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ദൂര കാഴ്ചയോട് കൂടിയ അതിന്റെ ഒരു വികസനത്തിന്റെ ആസ്പെക്ട് കൂടി. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന താല്പര്യവും നമ്മുടെ വരുമാനത്തിന്റെ താല്പര്യവും അവിടെ ഒരു മത്സര അടിസ്ഥാനത്തിൽ നമ്മുടെ പോർട്ടിന് പുറത്തുള്ള ആക്ടിവിറ്റികൾ കൂടി നല്ല ഗൗരവതരമായി നമുക്ക്
കൈകാര്യം ചെയ്യാനും മറ്റ് കമ്പനികൾക്ക് വരാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഇതിനുള്ള അംഗീകാരം ഈ സർക്കാർ കൊടുക്കുകയുള്ളൂ.